വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ജനങ്ങളെ വഞ്ചിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വൈദ്യുതി മന്ത്രിയെ നോക്കുകുത്തിയാക്കിയാണ് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും 30 വർഷത്തെ കരാർ കാലാവധി കഴിഞ്ഞ കാർബറോണ്ടം കമ്പനി ഏറ്റെടുക്കാമായിരുന്നിട്ടും വീണ്ടും 25 വർഷത്തേക്ക് അവർക്ക് കാലാവധി നീട്ടി നൽകാനുള്ള നീക്കം അഴിമതിയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത് CPM-ന്റെ 2 അംഗങ്ങളാണ് മെമ്പർമാർ. ഒന്ന് MM മണിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വിൽസൺ, 2 CITU-വിൻ്റെ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി. ഇവരെ ഇത് ക്യാൻസൽ ചെയ്തതോടുകൂടിയാണ് 10 രൂപയ്ക്കും 14 രൂപയ്ക്കും യൂണിറ്റ് 1 വൈദ്യുതി അദാനിയിൽ നിന്നും ജിന്തലിൽ നിന്നും ഇന്ത്യയിലെ വൻകിട വൈദ്യുതി ഉൽപ്പാദന കമ്പനികളിൽ നിന്നും വിലയ്ക്ക് വാങ്ങേണ്ട അവസ്ഥയുണ്ടായത്. ഇന്ന് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ റെഗുലേറ്ററി അതോറിറ്റിയുടെ ഒരു തീരുമാനം പത്രത്തിൽ വായിക്കുകയുണ്ടായി. അവർ പറഞ്ഞിരിക്കുന്നു 4 രൂപ 29 പൈസയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന വൈദ്യുതി കരാർ റദ്ദാക്കിയ സാഹചര്യത്തിൽ കൂടുതൽ വിലയ്ക്ക് ഇനിയും വൈദ്യുതി വാങ്ങാൻ പാടില്ല. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് 500 മെഗാവാട്ട് വൈദ്യുതി ലോങ് ടൈം കരാറിൽ ഒപ്പിടാനുള്ള അനുവാദം ചോദിച്ചതിന് മറുപടിയായിട്ടാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഈ ഉത്തരവ് നൽകിയിട്ടു. ഇത് ആളിനെ കളിപ്പിക്കാനാണ്, ജനങ്ങളെ പറ്റിക്കാനുള്ള തീരുമാനമാണ് റെഗുലേറ്ററി കമ്മീഷൻ്റേത്. 4 രൂപ 29 പൈസയ്ക്ക് യൂണിറ്റ് 1 കിട്ടിക്കൊണ്ടിരുന്ന വൈദ്യുതി കരാറ് റദ്ദാക്കി ഇപ്പോൾ 500 രൂപയ്ക്ക് 500 മെഗാവാട്ടിന് വേണ്ടി ലോങ് ടൈം കരാർ ഒപ്പിടുമ്പോൾ 4 രൂപ 29 പൈസയ്ക്ക് കിട്ടുമോ? റെഗുലേറ്ററി കമ്മീഷൻ പറയണം. ഇപ്പോൾ നിലവിലുള്ള നിരക്കനുസരിച്ച് 4 രൂപ 29 പൈസയ്ക്ക് ഈ വൈദ്യുതി ലോങ് ടൈം എഗ്രിമെൻ്റ് ഒപ്പിടാൻ കഴിയുമോ? 4 രൂപ 29 പൈസയ്ക്ക് കൂടുതൽ വൈദ്യുതിക്ക് വാങ്ങുന്ന അവസ്ഥയുണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം റെഗുലേറ്ററി കമ്മീഷനും ഇടതുപക്ഷ ഗവൺമെൻറ്റിനുമാണ്. ഈ വിവരം താൻ ഉന്നയിച്ചത് മുതൽ 10 പുതിയ കമ്പനികൾ വരുമെന്ന പ്രഖ്യാപനവുമായി കാർബോറാണ്ടം കമ്പനി രംഗത്തു വരുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ്. ഇക്കാര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. CPM-ന്റെ താൽപര്യം സംരക്ഷിക്കാനല്ല, ജനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കലാണ് പ്രാധാന്യമെന്ന് മനസ്സിലാക്കി വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.